അച്ഛാ, ആ നിങ്ങൾ സംസാരിച്ചു നിൽക്ക്, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. ഗോപി. അയ്യോ, ഇപ്പൊ ഒന്നും വേണ്ടമ്മേ. ഏതായാലും ഞങ്ങൾ കുറച്ചു കഴിഞ്ഞേ പോകുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോ മോളെ ഒന്ന് കാണണമെന്ന് തോന്നി. എങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. വരൂ. ഇരിക്കൂ പ്ലീസ്. സരോജമ്മ പ്ലീസ്. ശരിക്കും ഞങ്ങൾ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നറിഞ്ഞപ്പോ ഇരട്ടി സന്തോഷമായി. എവിടെ വെച്ചാണെങ്കിലും എന്താ രവി സാറേ, പരസ്പരം കാണുന്നതല്ലേ സന്തോഷം. പെട്ടെന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരേണ്ടി വരുമെന്ന് വിചാരിച്ചതല്ല. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് പോയതല്ലേ ഉള്ളൂ. വീണ്ടും പെട്ടെന്ന് മോളെ കാണാൻ വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല എന്ന് പറഞ്ഞതാ. കഴിഞ്ഞ തവണ വന്നപ്പോ പ്രതീക്ഷിക്കാത്ത എന്തൊക്കെയോ സംഭവിച്ചു. മോളോട് സന്തോഷമായിട്ടൊന്നും സംസാരിക്കാൻ പോലും പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് മോളെ കണ്ട അല്പനേരം സന്തോഷമായിട്ട് സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതി. വളരെ നല്ലതായി. നിങ്ങൾ പോയപ്പോ ശ്രീലക്ഷ്മിക്ക് വിഷമമായിരുന്നു. ഇപ്പോ ആ മുഖത്തോട്ട് നോക്കിയേ, എന്ത് സന്തോഷമാണെന്ന്. സരോജത്തിന് എന്തു പറ്റി? എപ്പോ കണ്ടാലും ഒരുപാട് സംസാരിക്കുന്ന ആളല്ലേ, ഇന്നെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? മുഖമൊക്കെ വല്ലാതിരിക്കുന്നു. അത് വേറൊന്നുമല്ലമ്മ, യാത്ര ചെയ്ത് വന്നതല്ലേ, അതിന്റെ ഒരു ക്ഷീണം, അത്രേ ഉള്ളൂ. സാർ, ഞങ്ങൾ വന്നതുകൊണ്ട് സാറിന്റെ ഓഫീസ് കാര്യങ്ങളൊന്നും മുടക്കണ്ട. സാർ ഓഫീസിലേക്ക് പോയിക്കോളൂ. ഏയ്, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഓഫീസ് കാര്യങ്ങൾ സാനിറ്ററിയും രാജാറാമും കൂടെ നോക്കിക്കോളൂ. കുറച്ചു മുമ്പ് രഘുവും രേഖയും പോയതേ ഉള്ളൂ. അത് മാത്രമല്ല, നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ സന്തോഷമേ ഉള്ളൂ. മോനെ രവി, നിനക്ക് സുദർശൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകാഞ്ഞിട്ടാ. എനിക്ക് എന്റെ മകളോട് അല്പനേരം ഒറ്റയ്ക്ക് സംസാരിക്കണം, നിങ്ങൾ ആരും ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് നിന്നോട് പറഞ്ഞതാ സുദർശൻ, അല്ലേ? അയ്യോ, അങ്ങനെയല്ല അമ്മ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. സർ, ഈ ഫയലൊന്ന് വെരിഫൈ ചെയ്യണം. സർ, surprisellucky.comന്റെ ലോട്ടറി ടിക്കറ്റ് അല്ലേ ഇത്? അതെ. ഈ surprisellucky.com റോസ്മേരിക്ക് അറിയോ? എന്ത് ചോദ്യാ സർ ഇത്? ലാസ്റ്റ് മന്ത് അവരുടെ ലക്കി ഡ്രോയിൽ എനിക്കായിരുന്നു പ്രൈസ്. എവറി വീക്കെൻഡിൽ അവർ ഈ ലക്കി ഡ്രോ നടത്താറുണ്ട്. ഞാൻ മോളിൽ പോയപ്പോ വെറുതെ തമാശയ്ക്ക് കൂപ്പൺ ഫില്ലപ്പ് ചെയ്ത് കൊടുത്തതാ. അന്ന് തന്നെ പ്രൈസ് കിട്ടുകയും ചെയ്തു. ഇത് പക്ഷേ ഏറ്റവും വലിയ ബമ്പർ ടിക്കറ്റ് ആണല്ലോ സർ. 100 കോടി. കൺഗ്രാറ്റുലേഷൻസ് സർ. പക്ഷേ ഇതൊക്കെ ഫേക്ക് ആവും റോസ്മേരി. വെറുതെ എന്തിനാ നമ്മൾ നമ്മുടെ കാശും സമയവും കളയുന്നത്? മുമ്പും ഇതുപോലെ ഓരോന്ന് ചെയ്തിട്ട് ചേട്ടായും രേഖയും എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുള്ളതാ. അന്നേ ഞാൻ തീരുമാനിച്ചതാ ഇമ്മാതിരി പരിപാടിക്ക് ഇനി പോവില്ലാന്ന്. ഫേക്ക് ഓൺലൈൻ സൈറ്റ്സ് ഒന്നും ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല സർ. പക്ഷേ ഈ സൈറ്റ് അങ്ങനെയല്ല, വളരെ ജെന്യൂൻ ആണ് സർ. ഞാനും ആദ്യം ഫേക്ക് ആണെന്നാ കരുതിയത്. പക്ഷേ പ്രൈസ് മണി കിട്ടിയപ്പോ ശരിക്കും ഞാൻ വിശ്വസിച്ചു പോയി. എനിക്ക് ഈ പ്രൈസ് ലഭിച്ചതിന് ശേഷമാണ് ഞാൻ ഈ സൈറ്റിനെ കുറിച്ച് അറിഞ്ഞത് തന്നെ. ഞാനിപ്പോ അവരുടെ പ്രീമിയം കസ്റ്റമറാ. എന്റെ ഫ്രണ്ട്സിനെയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും സാറൊന്ന് ഭാഗ്യം പരീക്ഷിച്ചു നോക്ക്. പോയാൽ 1 ലക്ഷം രൂപയല്ലേ, കിട്ടുന്നതോ 100 കോടി. മഴക്ക് പറഞ്ഞ ചേട്ടന്റെയും ഭാര്യയുടെയും മുന്നിൽ സാറിന് സ്റ്റാർ ആകാൻ പറ്റുമല്ലോ. 100 കോടി ഒരുമിച്ച് സാറിന് കിട്ടിയതറിയുമ്പോ ബാക്കിയുള്ളവർക്ക് അതൊരു ഷോക്കിംഗ് സർപ്രൈസ് ആയിരിക്കും സർ. എടുത്തോളൂ. താങ്ക് യു സർ. ഉം, 100 കോടി, 100 crores. ഇൻട്രസ്റ്റിംഗ്. ശ്രീലച്ച, ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടരുത്. നമ്മൾ നമ്മുടെ വീട് വിറ്റു. അച്ഛന്റെ ഇഷ്ടപ്രകാരം മോൾക്ക് ആ പൈസ കൊടുക്കുകയും ചെയ്തു.
എന്നോട് അത്യാവശ്യ സാധനങ്ങളെടുത്ത് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി. ഇനി എങ്ങോട്ടാന്ന് മാത്രം ഇതുവരെ പറഞ്ഞില്ലല്ലോ. കുറെ നേരമില്ലേ നമ്മൾ നടക്കുന്നു. ഇനിയെങ്കിലും പറയണം, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്, ആരുടെ അടുത്തേക്കാ? അതെന്താ സരോജ, നീ അന്യനോട് സംസാരിക്കുന്ന പോലെ? നീ ഇറങ്ങി പുറപ്പെട്ടത് എന്നോടൊപ്പം അല്ലേ? എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ നിനക്ക് തിരികെ പോകാം. മോളുടെ അടുത്തേക്കാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വേറെ എവിടെയെന്ന് വെച്ചാ അവിടേക്ക്. എവിടേക്കാണെങ്കിലും എന്നെ പ്രതീക്ഷിക്കണ്ട. എന്താ ശ്രീടച്ച, അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? ഒരു ഊഹമില്ലാതെയുള്ള ഈ പോക്ക് എങ്ങോട്ടാന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ഇനി ഞാനൊന്നും ചോദിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ എനിക്കെന്തിനാ പേടി? ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെയല്ലേ നടക്കുന്നത്. ഇനി ഏത് നരകത്തിലേക്കായാലും ഞാനും ഉണ്ട് കൂടെ. അതാണ് ഉത്തമയായ ഭാര്യയുടെ വാക്കുകൾ. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. എന്തായാലും നടന്ന് ക്ഷീണിച്ചതല്ലേ, നമുക്കിവിടെ കുറച്ചു നേരം വിശ്രമിച്ചിട്ട് പോകാം. മാത്രമല്ല, ഇനിയും നമ്മൾ ഈ നാട്ടിലേക്ക് മടങ്ങി വരുമെന്ന് എനിക്ക് വ്യക്തമായൊരു ഉത്തരവില്ലാത്ത സ്ഥിതിക്ക് അവസാനം എന്ന വണ്ണം ഒന്ന് പ്രാർത്ഥിച്ചിട്ടാവാ യാത്ര. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ഈ കോളനിയിലെ സകലമാന ആൾക്കാരും ഇത് തന്നെയാ പറയുന്നത്. ദേ കൃഷ്ണൻ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ ഈ മുന വെച്ചുള്ള സംസാരവും പ്രവൃത്തിയൊന്നും ചേട്ടന്റെ മുന്നിൽ വെച്ച് കാണിക്കാൻ നിൽക്കണ്ട. പിന്നെ നിന്റെ കൂട്ടുകാരിയോട് ചേട്ടൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്തല്ല പ്രതികാരം കാണിക്കേണ്ടത്. പ്രതികാരോ? എന്ത് പ്രതികാരം? ഞാനായിട്ട് എന്ത് പ്രതികാരം ചെയ്യാനാ ഇനി? ഇരുട്ടത്ത് മറയത്ത് മംഗള് കാണിച്ചു കൂട്ടിയതിനൊക്കെ ദൈവം ശിക്ഷ കൊടുത്തു കഴിഞ്ഞില്ലേ? ഇനി എന്നും കുറ്റാക്കുറ്റിട്ട് തന്നെ. പിന്നെ ശ്രീയോടും വീട്ടുകാരോടും ചെയ്തത് അവരങ്ങ് ക്ഷമിച്ചു. അതവരുടെ നല്ല മനസ്സ്. ഇപ്പൊ ഇങ്ങനെയൊക്കെ നീ പറയുന്നത് നിനക്ക് ജോലി കിട്ടിയതിന്റെ അഹങ്കാരമല്ലേ? അതെ, അതുകൊണ്ട് തന്നെയാ. ഈ ജോലി കിട്ടിയതും രവിസാറിന്റെയും ശ്രീയുടെയും നല്ല മനസ്സുണ്ടല്ലേ, അതെന്താ അമ്മ ഓർക്കാത്തെ? അതിന് ഇവിടെ ആരും അവരെ കുറ്റം പറഞ്ഞില്ലല്ലോ. അവരുടെയൊക്കെ കാരുണ്യത്തിലാ നമ്മളിപ്പോ ജീവിക്കുന്നത് തന്നെ. അത് നിന്നേക്കാളും നന്നായിട്ട് എനിക്കറിയാം. പക്ഷെ ഈ വീട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി വേണം ഓരോന്ന് പറയാനും പ്രവർത്തിക്കാനും. ഞാൻ അത്രേ പറഞ്ഞോളൂ. ഞാനായിട്ടൊന്നും പറഞ്ഞു വരുന്നില്ല. എങ്കിലും ഞാനൊരു കാര്യം അമ്മയോട് ചോദിക്കട്ടെ. ഈ അവസ്ഥയിലും അമ്മയുടെ ആങ്ങള മര്യാദയ്ക്ക് ജീവിക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഇനിയും പഴയ പടിയിലേക്ക് പോകുന്ന എനിക്ക് ഉറപ്പാ. ഇനി എന്ത് കാണിച്ചു കൂട്ടിയാലും കാശിയില്ലാന്നൊരു കാരണം പറയാലോ. ഏതൊരു മനുഷ്യന്റെയും ചെയ്തികൾക്ക് അവന് പ്രായശ്ചിത്തം ചെയ്യാൻ തക്കവണ്ണം ദൈവം ചില പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. മാഡം പറഞ്ഞു വരുന്നത്? പറഞ്ഞു വരുന്നതൊക്കെ ഞാൻ പറയാം. അതിനു മുന്നേ തന്നെ ഈ പരുവത്തിലാക്കിയത് ആരാണെന്ന് കൂടി പറ. അത് പിന്നെ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല മാഡം. കുറെ ആളുകൾ എന്നെ പിടിച്ചുകൊണ്ടുപോയി പൊതിരെ തല്ലി. ബോധം തെളിഞ്ഞപ്പോ ഞാൻ ആശുപത്രിയില്ല. ശരി, താൻ പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. എന്റെ മനസ്സിൽ ചില സംശയങ്ങളുണ്ട്. അത് എത്രത്തോളം ബലപ്പിക്കണമെന്ന് മാത്രമാ ഇനി അറിയേണ്ടത്. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ ത്രിവിക്രമ. താനിപ്പോ പൊയ്ക്കോ. ശരി മാഡം. ശ്രീടച്ചാ, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്നൊന്ന് അന്വേഷിക്കോ? അച്ഛനും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. നീ വാ, നമുക്ക് അടുത്തുള്ള ഹോട്ടലിൽ എന്തെങ്കിലും കഴിക്കാം. എനിക്ക് നടക്കാൻ വയ്യ ശ്രീടച്ചാ. നടന്ന് നടന്ന് എന്റെ കാല് നീരി വെച്ചു.
ഹോട്ടലിലൊന്നും പോകണ്ട. എനിക്ക് ഒരിത്തിരി പ്രസാദം വാങ്ങിച്ചു തന്നാ മതി. ഒന്ന് വാങ്ങിച്ചോണ്ട് വരുവോ? കുറച്ച് പ്രസാദം എന്നാലും എങ്ങനെയാ സരോജം വിശപ്പ് മാറുന്നത്? അത് സാരയില്ല ശ്രീടച്ച, എനിക്കത് മതി. തൽക്കാലം ഒന്ന് വിശപ്പെടുക്കാൻ വേണ്ടി മാത്രം. സരോജം, ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് കരുതി പട്ടിണി കിടക്കേണ്ട കാര്യം നമുക്കില്ല. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഈ അമ്പലനടയിൽ വന്നിട്ട് ഇവിടുത്തെ പ്രസാദം കഴിക്കാതെ പോവാന്ന് പറഞ്ഞാ അത് പാവമല്ല ശ്രീടച്ച. എനിക്ക് കുറച്ച് പ്രസാദം വാങ്ങിച്ചു തന്നാ മതി. അത് കഴിച്ചാൽ മാറുന്ന വിശപ്പേ എനിക്കുള്ളൂ. ഒന്ന് വാങ്ങിച്ചോണ്ട് വാ. ഇതാര്? സാന്ദ്ര മാഡോ? എന്താണ് മാഡം ഈ വഴിക്കൊക്കെ? വീണ്ടും ഇങ്ങോട്ട് താമസം മാറാനുള്ള വല്ല ഉദ്ദേശമുണ്ടോ? ഏയ്, ഒരിക്കലും ഇല്ല മാഡം. ഇപ്പൊ അല്പസ്വല്പം മനസമാധാനമൊക്കെ ഉണ്ട്. തൽക്കാലം അത് കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഞാൻ നീരേറ്റ് കോളനിയിൽ വരെ പോയിരുന്നു. വരുന്ന വഴിക്ക് ഇവിടെ ഒന്ന് കയറാന്ന് കരുതി. ആഹാ, എന്നിട്ടെന്താ പുതിയ വിശേഷം? വിശേഷം ഒരുപാടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം ഞാനിപ്പോ പറയാം. കോളനിയിൽ നിന്നും ഒരാളെ കൂടി ജോലിക്കെടുക്കാൻ രവി സാറ് പറഞ്ഞു. അയാൾക്കുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ നേരിട്ട് കൊടുത്തിട്ട് വരുന്ന വഴിയാ. ആളെ മാഡത്തിന് അറിയാം, ത്രിവിക്രമൻ. വാട്ട്? മാഡത്തിനെന്താ ഷോക്കായോ? ഞാനും ഈ വാർത്ത അറിഞ്ഞപ്പോ ഇതേപോലെയൊന്ന് ഞെട്ടിയതാ. രവി സാറിന്റെ അന്തിമ തീരുമാനത്തിന് ഈ ലോകത്ത് ആർക്കെങ്കിലും തടസ്സം നിൽക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞ ഞാൻ കരുതിയത് രവി സാറ് രഘുവർമ്മൻ സാറിനോടും രേഖ മാഡത്തോടും ഒക്കെ ആലോചിച്ചിട്ടാ ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്നാ. അപ്പൊ ശരിക്കും നിങ്ങളോട് ആരോടും സൂചിപ്പിച്ചത് പോലും ഇല്ല അല്ലേ? എന്നാല് രവി സാറിന്റെ ഒരു മനസ്സ്. അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയതോടെ അവരെല്ലാവരും ഒരുപാട് സന്തോഷത്തിലാ. ലോട്ടറി അല്ലേ അടിച്ചിരിക്കുന്നത്. നീരേറ്റ് കോളനിയില് ഇന്ന് ഉത്സവമായിരിക്കും. ആ കോളനിയിലെ ഒരു കുടുംബത്തിലെ 3 പേർക്കല്ലേ വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ജോലി കിട്ടിയിരിക്കുന്നത്. രവി സാർ എന്ന ദൈവതുല്യനായ വ്യക്തിയുടെ നല്ല മനസ്സിനെ വാനോളം പുകഴ്ത്തുന്നുണ്ട് അവിടെ. എന്തിനാണ് കോളനിയിലുള്ള മുഴുവൻ ആൾക്കാർക്കും ജോലി കൊടുക്കുന്നത്? സിമ്പതിയുടെ പുറത്താണെങ്കിൽ തന്നെ സ്വയം അങ്ങ് എല്ലാം തീരുമാനിക്കുവാണോ? രഘുവിനോട് എന്നോട് ഒരു വാക്കെങ്കിലും പറഞ്ഞില്ലല്ലോ. ആ കുടുംബത്തിന്റെ അവസ്ഥ അറിഞ്ഞപ്പോ അതിനല്ലേ കൃഷ്ണയ്ക്കും ദീപുവിനും ജോലി കൊടുത്തത്. അപ്പൊ ഞാൻ പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ. അതുപോലെയാണോ ത്രിവിക്രമന്റെ കാര്യം? പിന്നെ എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് ആ കൃഷ്ണയ്ക്കും ദീപുവിനും ജോലി കൊടുത്തത്? കൃഷ്ണയും ദീപുവും നന്നായി പഠിക്കുന്ന കുട്ടികളായിരുന്നു മാഡം. കൃഷ്ണ BA കംപ്ലീറ്റഡാ. ദീപുവിനും ഡിഗ്രി ഉണ്ട്. അതുകൊള്ളാം. അതിനേക്കാൾ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ എന്റെ ഫാമിലിയിലുണ്ട് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി ബ്രദർ ഇൻ ലോയെ കയ്യിലെടുത്ത് ഇങ്ങനെ കോളനിക്കാരെ മുഴുവൻ ജോലിക്കെടുത്തത് വളരെ മോശം ട്രിക്കാണ്. അയ്യോ മാഡം, അതൊന്നും ഞാൻ അറിഞ്ഞിട്ട് സംഭവിച്ചതല്ല. എനിക്കറിയാം ശ്രീലക്ഷ്മി ഇതേ പറയൂന്ന്. അറിയാവുന്ന ആളുകളെയൊക്കെ ജോലിക്കെടുത്ത സ്നേഹവും സിമ്പതിയും ഒരുപാട് കിട്ടുമല്ലോ. ഓഫീസിൽ ശ്രീലക്ഷ്മി അതുപോലല്ലേ ഇപ്പൊ താരമാവുന്നത്. രേഖ, ഓഫീസിൽ ആർക്ക് ജോലി കൊടുക്കണം വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് രവിയാണ്, ശ്രീലക്ഷ്മി അല്ല. രേഖയ്ക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് രവിയോട് നേരിട്ട് ചോദിക്കാം. മോളുവാ. വിഷമമുണ്ടാവും, പ്രത്യേകിച്ച് തന്റെ അച്ഛന്. വീട്ടിലിരിക്കുമ്പോ താൻ അവിടെ ഉള്ളപ്പോഴുണ്ടായ ഓരോരോ കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കാൻ പുറത്തേക്കോ മറ്റോ പോയതാവും. മാത്രമല്ല, ഏക മകളെ കെട്ടിച്ചുവിട്ട് വലിയൊരു ഭാരം ഇറക്കി വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സ്വസ്ഥമായൊരു ജീവിതമാണ് ഇനി അവർക്ക് ആവശ്യം. അപ്പോ മനസ്സ് ശാന്തമാക്കാൻ ഒരു യാത്ര വലുതും പോയതാവും. അങ്ങനെ ആയിരിക്കോ സർ? അങ്ങനെ തന്നെ ആയിരിക്കും ശ്രീലക്ഷ്മി. ഇനിയും തനിക്ക് വിശ്വാസമായില്ലെങ്കിൽ നാളെ എനിക്ക് രാവിലെ ഒരു ലാൻഡ് വിസിറ്റ് ഉണ്ട്. അതിനുശേഷം നമുക്ക് തന്റെ വീട്ടിലേക്ക് പോവാം.
അപ്പോഴേക്കും സരോജാമയും ശ്രീലക്ഷ്മിയുടെ അച്ഛനും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും. ഓ, ഇപ്പോഴാണ് സമാധാനമായി. ഈ ചിരി ഒന്ന് കാണാൻ പറ്റിയല്ലോ. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിരിയാണ് ഈ ചിരി. മതി മതി, എന്തെങ്കിലും ഒരു അവസരം കിട്ടിയ അപ്പ ദേഹത്ത് കൈവച്ചോളൂ. അത് ഞാൻ തന്നെ ഒന്ന് കൊഞ്ചിച്ചല്ലേ. ശരി, തനിക്കിഷ്ടമല്ലെങ്കിൽ അടുത്തേക്ക് പോലും വരുന്നില്ല പോരെ. അപ്പോഴേക്കും പെണങ്ങല്ലേ, പറയട്ടെ. അതിന് താൻ അങ്ങോട്ട് നീങ്ങിക്ക, എന്റെ ദേഹത്തൊന്നും തുടരുത്. ഓ, അങ്ങനെയാണോ? അതെ. ഞാൻ അങ്ങനെ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. അമ്മ ശാന്തി മുഹൂർത്തത്തിന് മറ്റൊരു ഡേറ്റ് കുറിക്കുന്നുണ്ട്. അതിനുശേഷം മതി ഇതൊക്കെ. ഓ, ഇനി ആ മുഹൂർത്തം എന്നാണാവോ? അതൊന്നും എനിക്കറിയില്ല. അതുവരെ കാത്തിരുന്നേ പറ്റൂ. ആഹാ, താൻ എന്താ എന്നെ കുറിച്ച് കരുതിയത്? താനല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്നോ? അതെ, അങ്ങനെയല്ലേ എപ്പോഴും പറയുന്നേ. ആഹാ, എന്നാ താൻ ഇനി നോക്കൂ. ഞാൻ ഈ ശാന്തി മുഹൂർത്തം കഴിയുന്നത് വരെ തന്റെ ദേഹത്ത് തൊടുന്നത് പോയിട്ട് ഒന്നും മിണ്ടാൻ പോലും പറ്റില്ല. വിഷമൊന്നും ആരുത്, പറഞ്ഞേക്കാം. കൂടിപ്പോയാ ഒരു അരമണിക്കൂർ. അതിന് ഞാൻ വിഷമിക്കുന്ന എന്തിനാ? ഓ, മാഡത്തിന് ഭയങ്കര കോൺഫിഡൻസ് ആണല്ലോ. അതെ, എനിക്ക് അറിഞ്ഞൂടെ എന്റെ സാറിനെ. എന്റെ മുഖത്തൊക്കെ പറയേ എന്നോട് ഇനി മിണ്ടില്ലാന്ന്. പറയേ, കേക്കട്ടെ ഞാൻ. പറയേ. എങ്കിൽ ഞാനിപ്പോ പിണങ്ങുന്നില്ല. അങ്ങനെ താനിപ്പോ മിണ്ടാതിരിക്കണ്ട. ഞാൻ വെറുതെ കളിയായിട്ട് പറഞ്ഞല്ലേ സർ. ശരി, ആയിക്കോട്ടെ. അല്ല ശ്രീലക്ഷ്മി, അതിന് എന്നാണെന്ന് വല്ല സൂചന അമ്മ തന്നായിരുന്നോ? നോ രക്ഷ. ജോത്സ്യൻ പറഞ്ഞാലേ അറിയൂ. ഈ ജോത്സ്യന് കുറച്ച് കാശ് കൊടുത്താൽ, അല്ലെങ്കിൽ ഈ രാജാറാമിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ? സർ, എന്നാ പിന്നെ ഉറങ്ങാല്ലേ? താൻ പോയി കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ വന്നോളാം. ഒരുമിച്ചോ? വേണ്ട, നമുക്ക് ബെഡിന്റെ നടുക്കായി ഒരു വൻമതിൽ പണിയാം. എന്നിട്ട് അപ്പുറത്ത് താനും ഇപ്പുറത്ത് ഞാനും. എന്താ പോരെ? വേണ്ട, ഒരു മതില് ഞാനായിട്ട് പണിതിട്ടുണ്ട്. തലേണ മതില്. തലേണയുടെ ഇപ്പുറത്തെ ഞാന്, അപ്പുറത്തെ സർ. നെവർ ട്രൈ ടു ക്രോസ് ദ പില്ലോ. നമിച്ചു. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്തിന് തലേണയും കെട്ടിപ്പിടിച്ച് കിടക്കാൻ? അയ്യോ ശ്രീടച്ച, എന്താ പറ്റി? ഒന്നുമില്ല സരോജ. എന്താ ശ്രീടച്ച, നെഞ്ചുവേദന എടുക്കുന്നുണ്ടോ? അയ്യോ എന്റെ കരുക്കോത്തിയമ്മേ. നീ പേടിക്കുന്ന പോലെ ഒന്നുമില്ല സരോജ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാ. നീ ഇനി ഇവിടെ കിടന്ന് ബഹളം വെച്ച് നാട്ടുകാരെ അറിയിക്കണ്ട. നിങ്ങളൊന്ന് എഴുന്നേറ്റേ. ആദ്യം നമുക്ക് ഡോക്ടർ പോയെന്ന് കാണാം, എന്നിട്ട് മതി ബാക്കിയെല്ലാം. എന്തിന്? അതിന് മാത്രമേ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനൊരു സാഹചര്യത്തില് ഒരു പരീക്ഷണത്തിന് എനിക്ക് വയ്യ. അയ്യോ, എന്റെ കയ്യിൽ കാശൊന്നും ഇരിപ്പില്ല. നിങ്ങളുടെ കയ്യിലുള്ളത് തന്നെ ഞാൻ പോയി ഒരു ഓട്ടോ വിളിച്ചോണ്ട് വരാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. മോളെ ശ്രീലക്ഷ്മി. അമ്മേ. ആഹാ, മോള് രാവിലെ തുടങ്ങിയോ? നീ ഇതൊക്കെ ചെയ്യുമ്പോ ഞാൻ എങ്ങനെയാ നോക്കി നിൽക്കുന്നേ? ഞാനും കൂടി സഹായിക്കാം. അമ്മ ഇങ്ങ് വന്നേ. അമ്മതേ, അവിടെ പോയിരുന്നാ മതി. ഇതൊക്കെ ഞാൻ ചെയ്തോളാം. വീട്ടില് ഞാനിതൊക്കെ ചെയ്യാതിരിക്കുമ്പോഴാ അമ്മ വല്ലതൊക്കെ പറയുന്നത്. ചെന്ന് കയറുന്ന വീട്ടിലെ ജോലികളൊക്കെ ചെയ്തില്ലെങ്കിൽ അതിന്റെ കുറ്റം എപ്പോഴും എനിക്കാവുന്ന സരോജമ്മയുടെ കമന്റ്. ഞാൻ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുമ്പോ കൂടെ നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ജോലികളിലൊക്കെ സഹായിക്കുന്ന ഒരു മിടുക്കിയായ മരുമകളെ തരണേന്ന് ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ട്. ഇതിപ്പോ എന്റെ പ്രാർത്ഥന അല്പം കൂടിയ മട്ട. എന്നെക്കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കാതെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ്
എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്ന ഒരു മരുമകളായി പോയി. അത് നല്ല കാര്യമല്ലേ ഗായത്രി അമ്മേ? പക്ഷേ ഇതൊരു രസമില്ലാത്ത രീതിയല്ലേന്ന് എന്റെ ഒരു സംശയം. അമ്മായിയമ്മയും മരുമോളും ഒക്കെ ആവുമ്പോ ചെറിയ വഴക്കൊക്കെ ഉണ്ടാവണം. കുത്തി കുത്തി പറച്ചിലുകളും ചികഞ്ഞുള്ള നോട്ടങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടെങ്കിലല്ലേ അമ്മായിയമ്മ മരുമകൾ ബന്ധത്തിന് ഒരു ത്രില്ലുണ്ടാവൂ. അതിന് ഞങ്ങൾ അമ്മായിമ്മയും മരുമകളും അല്ലല്ലോ രാജ, ഞങ്ങള് അമ്മയും മോളും അല്ലേ. അല്ല എന്താ അതിരാവിലെ തന്നെ ഒരു വിസിറ്റ്? വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വർക്കുണ്ട്. നേരത്തെ തന്നെ വരണമെന്ന് രവി പറഞ്ഞിരുന്നു. രവി സാറിന്റെ ഡിസിപ്ലിനെ കുറിച്ച് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. ഇനി ഞാനെങ്ങാനും താമസിച്ചാൽ എന്റെ കഥ കഴിഞ്ഞു. അതാ നേരത്തെ പോന്നത്. അതെനിക്കറിയാം. രവിയുടെ ഡിസിപ്ലിനെ കുറിച്ചും രാജാറാമിന്റെ സിൻസിയറിറ്റിയെ കുറിച്ചും എനിക്ക് നന്നായിട്ടറിയാം. മോളെ ശ്രീലക്ഷ്മി, ഞങ്ങൾ ചെയ്ത പുണ്യമാണോ മോളുടെ ഭാഗ്യമാണോ എന്നറിയില്ല. എന്തായാലും എന്റെ മോൾക്ക് സന്തോഷവും സുരക്ഷിതത്വമുള്ള ഒരു വീട്ടിൽ തന്നെ ഒരു കുടുംബജീവിതം ലഭിച്ചു. എന്റെ മോളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന ഒരു ഭർത്താവിനെ ലഭിച്ചു. ഇതിൽ കൂടുതൽ എന്ത് സന്തോഷമാണ് പെൺമക്കളുള്ള അച്ഛനും അമ്മയ്ക്കും വേണ്ടത്. പക്ഷേ മോൾക്ക് ചെയ്യേണ്ട കടമകൾ ചെയ്യാതിരിക്കുന്നത് ശരിയല്ലെന്ന് അച്ഛനറിയാം. രവിസാറിന്റെ അന്തസ്സിന് ചേരുന്ന സ്ത്രീധനം തരാൻ എനിക്കാവില്ല മോളെ. അത് രവിസാർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്ന് അച്ഛനറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ട് അച്ഛൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് മോൾക്ക് തോന്നിയേക്കാം. സാഹചര്യങ്ങൾ എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല മോളെ. അച്ഛനും അമ്മയും എന്താണ് തന്നതെന്ന് ചോദിക്കുമ്പോ എന്റെ മോൾ ഉത്തരമില്ലാതെ തല താഴ്ത്തി ആരുടെയും മുൻപിൽ നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് മോൾക്ക് സ്ത്രീധനമായി ഞാൻ കുറച്ച് പണം തരികയാണ്. ഈ കത്തിനോടൊപ്പം 15 ലക്ഷം രൂപ വയ്ക്കുന്നു. ഈ പണം അച്ഛന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാനായി അച്ഛൻ തരുന്നതാണെന്ന് മോള് തെറ്റിദ്ധരിക്കരുത്. ഇതെന്റെ മോളുടെ ആത്മാഭിമാനത്തിന് ഒരു കളങ്കം ഉണ്ടാതിരിക്കാൻ വേണ്ടിയാണ്. ഈ പണത്തിനു വേണ്ടി അച്ഛനും അമ്മയും എന്തോരം കഷ്ടപ്പെട്ടു എന്നുള്ള ചിന്ത വേണ്ട. ഇത് ഞങ്ങളുടെ കടമയാ. അച്ഛൻ ഉദ്ദേശിച്ചത് മോൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അച്ഛനിങ്ങനെ ചെയ്തതിൽ മോൾക്ക് വിഷമമുണ്ടായാൽ അച്ഛനത് സഹിക്കാനാവില്ല മോളെ. അതുകൊണ്ട് എല്ലാം ഒന്ന് ശരിയാവുന്നതുവരെ അച്ഛനും അമ്മയും മോളുടെ മുമ്പിൽ വരില്ല. ഞങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. സന്തോഷമായിരിക്കണം. ഹലോ. Hey, okay, relax. Okay, I'm coming. Okay. Rajaram, I'll catch you later.